അരി ഇടണ്ട. ഇത് ഉണ്ണിക്ക് കുടിക്കാൻ 1 കപ്പ് വെള്ളം എടുക്കണം. കഴുകി വെച്ചാണ്ട. റേഷൻ അരിയാണ് വേഗം വേഗം. ഈ പ്രാവശ്യം വെള്ളരി കിട്ടി, അതുകൊണ്ട് വേഗം വേഗം. അതെ. ഇത് മേലെ കുറച്ച് വെള്ളം വെക്കാമല്ലോ, വെള്ളം പോരെങ്കിൽ ഒഴിച്ചു കൊടുക്കാമല്ലോ. ഒഴിച്ചു കൊടുക്കാമല്ലോ. ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. നേട്ടനില്ല, ഏട്ടൻ നാട്ടിലൊരു മരിപ്പ്, പാലക്കാട്ടിലേക്ക് പോയിരിക്കുകയാണ്. രാവിലെ പോയി, നേരത്തെ പോയിട്ടാണ്. വരും, ഇപ്പോൾ വരും, ഒരു 9 മണിയാകുമ്പോഴേക്കും വരും. വരണം. ഏട്ടൻ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ പോയില്ല. അപ്പം ഒന്ന് വളരെ സിമ്പിളായ ഒരു മുരിങ്ങക്കായ് കറിയാണ് കേട്ടോ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അതെ അതെ, ഏട്ടനില്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല ഇൻട്രോ. അതെ. അപ്പോൾ വളരെ സിമ്പിളായ ഒരു മുരിങ്ങക്കായ് എങ്ങനെ വയ്ക്കാൻ നോക്കാം. മുരിങ്ങക്കായ് കറി കുറച്ചുള്ളൂ കേട്ടോ, ഒരു 1/4 കിലോ. ഇന്ന് സ്കൂളിലൊരു മീറ്റിംഗ് ഉണ്ട്, അതുതന്നെ ഞങ്ങൾ പോയില്ല ഗൈസ്. സ്കൂളിലൊരു മീറ്റിംഗ് ഉണ്ട്, അത് കാരണം ഞങ്ങൾ പോയില്ല, മരിപ്പിന് പോയില്ല. നമ്മ വലിയ മീറ്റിങ്ങിന് വേറെ നോക്കാം. എനിക്ക് ഗ്രൂപ്പിലിടണം. മഴ പെയ്യുമ്പോൾ ഒരു സംശയം എല്ലായിടത്തും. ചിലപ്പോൾ ഒരു മൂടല്ലേ. ഞാൻ അതൊക്കെ ഒന്ന് മുറിച്ച് കഴുകി എടുക്കട്ടെ. ഓക്കേ, നമുക്ക് പരിപ്പൊന്ന് വേവിക്കാൻ വെക്കാം. ഒരു 1/2 ഗ്ലാസ് പരിപ്പുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 2 വിസിൽ വരട്ടെ. പരിപ്പ് വേട്ടാ, അപ്പോഴേക്ക് തേങ്ങ അരക്കാട്ടാ. പൂണ്ടെടുക്കുക, തിരകാൻ വയ്യ. തരുന്ന ആളില്ല. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങണ വില തേങ്ങ ഉണ്ടാവും. ഒരു കട്ടി കൊടുക്കും, കുറച്ച് മൂപ്പ് കൂടിയിട്ടാണ്. ഇത്ര എടുത്തോളൂ കേട്ടോ. ചെറിയൊരു മുറിൻ്റെ ബാക്കി ഇത്രയുണ്ട്. കണ്ടോ, ഇത്ര തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 4 ഉണക്കും വറ്റൽ മുളക് കിട്ടാം. 3 കൂടി നന്നായി അരച്ചിട്ട് വരാം. പരിപ്പ് എന്താ നോക്കാം. പരിപ്പ് വെന്തു കിട്ടാം. ചട്ടിയിലേക്ക് മാറ്റട്ടെ. പരിപ്പ് ചട്ടിയിലേക്ക് മാറ്റാം. നന്നായി ഉടഞ്ഞിട്ടില്ല കേട്ടോ പരിപ്പ്, എത്ര മതി. ഒരു 1/4 കിലോ മുരിങ്ങക്കായ്, ഒരു 3 തക്കാളി ഇട്ടാ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായി വേകട്ടെ. നമ്മുടെ മുരിങ്ങക്കായ വന്താ നോക്കാം. നന്നായി വന്നു കേട്ടോ. ഇനി അരപ്പ് ഒഴിച്ച് കൊടുക്കാം. കുറച്ചും കൂടി ജാഗ്രതയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പോരെ വെള്ളം കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കേട്ടോ. ചെറുതായിട്ട് തിളക്കട്ടെ. അരപ്പ് വെച്ചിട്ട് തിളച്ചു, കറി ആയിട്ടാ. ഞാൻ താളിച്ചൊഴിക്കുക.
ചീഞ്ചട്ടി ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവട്ടെ. കുറച്ച് കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില കേട്ടോ. ജല പോകാം. സൂപ്പർ കറിയല്ലേ ഇത്? നാട ഒഴിച്ച് കറിയില്ലേ? സൂപ്പർ ടേസ്റ്റ്. നിങ്ങളിങ്ങനെ വെക്കണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ചോറ് വന്നു കേട്ടോ, പെട്ടെന്ന് വന്നു. ഞാൻ ഊറ്റിയെടുക്കട്ടെ. ചോറ് കുറച്ച് അയച്ചിട്ടുള്ളൂ. കുറച്ച് മതി. ചോറൊക്കെ കുറച്ച് മതി ഗൈസ്. മുട്ട പൊരിക്കണം കേട്ടോ. ദോ പീസ് മുരിങ്ങക്കായക്കാളും മുട്ട വറുക്കുന്നു. സൂപ്പർ ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഉണക്കമീൻ ഉണ്ട് അങ്ങനത്തെ ബാക്കി. വേഗട്ടെ, നാളെ ഓർക്കാം. മറിച്ചിട്ട മുട്ട. മുട്ട വന്നു കേട്ടോ. ഇപ്പം എന്നൊന്നും വിളിക്കണ്ടേ? എന്തിനത്? മറിച്ചിടാൻ. എന്തിനാത്? ചോറാക്കട്ടെ കേട്ടാ. പിന്നെ സ്കൂളിലേക്ക് ജീരക വെള്ളം ഉണ്ട്. കളറൊന്നുമില്ല വെള്ളത്തിന്. എന്താ ജീരകാക്ക് കുറച്ചും കൂടി എടുക്കും. 1/2 ലിറ്റർ 3/4 ലിറ്റർ വെള്ളം കൊള്ളും. യാ ജീരകം മൊത്താക്കിയാ? ഈ കുപ്പി നല്ല ക്യൂട്ടല്ലേ? 2 വർഷമായി വാങ്ങിയിട്ടില്ലേ? 7ാം ക്ലാസ്സിൽ വാങ്ങിയതാ. ആ, ക്യൂട്ട്. മുട്ട വറുത്തത് കേട്ടോ. അച്ഛൻ്റെ പാത്രം ഇനിയിപ്പോൾ എൻ്റെ ആയി. അച്ഛൻ്റെ പാത്രം ഏട്ടൻ്റെ പാത്രം കേട്ടോ. ഏട്ട അരിയിലെ ചോറ് കൊണ്ടുള്ളത്. യാ ചോറിൽ മുട്ട വയ്ക്കും. ചോറിൽ മുട്ട വയ്ക്കും. അപ്പോൾ നല്ല മണമല്ലേ? വേറെ പാത്രത്താക്കുക. പിന്നെ നമ്മുടെ മുരിങ്ങക്കായ് കറി ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും പറയാനില്ലല്ലോ. മുരിങ്ങക്കായൊന്നും വേണ്ട. ഇത് ചാറ് മതിയില്ലേ? മുരിങ്ങക്കായ കടിച്ച് വലിക്കണമെങ്കിൽ സ്കൂളിൽ പോയിട്ട് നടക്കില്ല. അതിന് പ്രൈവസി വേണം. അത് ശരിയാണ്. എന്നാൽ ഒരു സുഖത്തിൽ കടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മുരിങ്ങക്കായ് കറിയാണ് ചാറ് കറി. കൈയും പൊള്ളി. അപ്പോൾ സ്കൂളിൽ പറഞ്ഞു വിട്ടേട്ടാ. 100 കെട്ട് വിറക് വാങ്ങിയതാണ് കേട്ടോ. എല്ലാ ബുധനാഴ്ചയും വരിക. 1 കെട്ടേ വാങ്ങിയുള്ളൂ. അത്ര വിറക് ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് പച്ചയാണ്. വെയിലത്തിട്ട് ഇവിടെ ഇട്ടാൽ ഉണങ്ങും, അപ്പുറത്തിട്ടാലും ഉണങ്ങും. അതൊക്കെ ഒന്ന് എടുത്ത് വേണ്ടോ. ചിലപ്പോൾ മഴ പെയ്യുവേ. അതെ അതെ, ചിലപ്പോൾ പെയ്താൽ പിന്നെ അത് നനഞ്ഞു. മൊത്തം പാളീസാവും. നനഞ്ഞ അത്ര സുഖം ഉണ്ടായില്ല. വെള്ളം കയറി വെയിലത്ത് നടന്നു വന്ന് വയ്യാണ്ടായി. അപ്പോൾ 2 പ്രാവശ്യം ഒരു മീറ്റിങ്ങിനും പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കാനും പോയി. 2 പ്രാവശ്യം നടന്നു. ഞാൻ ഈ വിറകൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടേട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ.